ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വി മുരളീധരൻ പറഞ്ഞത് ഈ സർക്കാർ കൊടുത്ത കണക്കുകളെല്ലാം തെറ്റാണ്, കൃത്യമായ കണക്കുകൾ കൊടുക്കാത്തതാണ്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പണം കിട്ടിയിട്ടില്ല. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലും അതിനുശേഷവും എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കെങ്കിലും കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഒരു വാക്കുപോലും അദ്ദേഹം കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടില്ല. കേരളത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇനി പോകട്ടെ. ഇനി ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ, ദുരിതാശ്വാസത്തിനുള്ള പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തത് എന്നുള്ളത് ഗവൺമെൻറ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ യഥാർത്ഥം ചെയ്യേണ്ടത്? വി മുരളീധരനും BJP നേതൃത്വം ചെയ്യേണ്ടത് ഇതിന് കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് എത്രയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളല്ലേ? കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കണോ? അതല്ലേ കുറേ വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതല്ലേ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം? അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യം സ്വീകരിച്ചിട്ടുള്ളത്. BJPൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന കഴിയില്ല. കേരളത്തിനെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വയനാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണോ? അത് പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം.